നമസ്കാരം. ഏത് മാസത്തിൽ വിവാഹം കഴിച്ചാലാണ് ദാമ്പത്യം വിജയകരമാവുക? പരാജയമാകുന്നത് ഏതു മാസത്തിൽ വിവാഹം നടത്തിയാലാണ്? ജനന സമയത്തിനും ജന്മനാളിനും ജന്മരാശിക്കും നമ്മുടെ ജീവിതത്തിലും വൈവാഹിക ബന്ധത്തിലും സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്നതുപോലെ തന്നെ വിവാഹമാസങ്ങൾക്കും അതിന് സാധിക്കുന്നു. ഹിന്ദു ആചാരപ്രകാരമുള്ള വിവാഹങ്ങൾക്ക് പൊരുത്തവും വിവാഹനാളും വിവാഹമുഹൂർത്തവുമെല്ലാം വളരെ പ്രാധാന്യത്തോടെ പിന്തുടരുന്നതായി കാണാം. ഇപ്പോൾ ജാതി മതഭേദമന്യേ ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ച് കാണാറുണ്ട്. കൊല്ലവർഷപ്രകാരമുള്ള മലയാള മാസങ്ങൾ അടിസ്ഥാനമാക്കിയാണ് കേരളത്തിൽ വിവാഹങ്ങൾക്ക് തീയതി നിശ്ചയിക്കുന്നത്. ചിങ്ങം മുതൽ കർക്കിടകം വരെ 28 മുതൽ 32 ദിവസങ്ങൾ വരെ ഉൾക്കൊണ്ടിട്ടുള്ള 12 മാസങ്ങളായാണ് കൊല്ലവർഷത്തെ തിരിച്ചിരിക്കുന്നത്. ഇതിലെല്ലാ മാസങ്ങളിലും വിവാഹം സാധാരണയായി നടത്താറില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ കർക്കിടകം, കന്നി, ധനു, കുംഭം, മീനത്തിൻ്റെ 2ാം പകുതി എന്നീ മാസങ്ങളിൽ ഒട്ടും തന്നെ വിവാഹങ്ങൾ നടത്താറില്ല. ഇംഗ്ലീഷ് മാസങ്ങളായി പരിഗണിക്കുകയാണെങ്കിൽ ജനുവരി, കുംഭരാശിയുടെ സ്വാധീനം പ്രകടമായുണ്ടാകുന്ന മാസമാണ് ജനുവരി. ഈ മാസത്തിൽ വിവാഹം കഴിക്കുന്ന ദമ്പതികൾക്ക് ഊഷ്മളമായ ബന്ധമുണ്ടാകുന്നതാണ്. സാധാരണയായി ജനുവരി മാസത്തിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നവർ പരസ്പരം സ്നേഹവും വിശ്വാസവും കാത്തു സൂക്ഷിക്കുന്ന ദമ്പതികളായിരിക്കും. ഇവർക്ക് സമ്പത്തും അഭിവൃദ്ധിയും ദാരിദ്ര്യവും ഒരുപോലെ ഉണ്ടാകുന്നതാണ്. ഇവർ വേർപിരിയുന്ന സാഹചര്യം വളരെ അപൂർവമാണ്. എന്നാൽ സന്താന ദുഃഖങ്ങൾക്ക് സാധ്യത കാണുന്നതാണ്. ഫെബ്രുവരി, മീനം രാശിയുടെ സ്വാധീനം പ്രകടമായുള്ള മാസമാണ് ഫെബ്രുവരി. ഈ മാസത്തിൽ വിവാഹം നടക്കുന്ന ദമ്പതികൾക്ക് പരസ്പരം വളരെയധികം വൈകാരികമായ ബന്ധമുണ്ടായിരിക്കുന്നതാണ്. ദാമ്പത്യബന്ധത്തിൽ സ്നേഹത്തിൻ്റെ പ്രാധാന്യം അറിയുന്ന ഇവർ യാതൊരു വിധത്തിലുള്ള സ്വാർത്ഥതയുമില്ലാതെ പരസ്പരം കടമകൾ നിർവഹിക്കുകയും വാഗ്ദാനങ്ങൾ പാലിക്കുകയും ചെയ്യുന്നവരാണ്. മാർച്ച് മാസം മേടം രാശിയുടെ സ്വാധീനത്തിലാണ്. മാർച്ചിൽ വിവാഹം നടക്കുന്നവരുടെ ജീവിതം അവിശ്വസനീയമാണ്. എല്ലാ നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ മോശം കാര്യങ്ങളും അനുഭവിക്കാനുള്ള യോഗമുണ്ട്. ദമ്പതിമാർക്ക് പരസ്പരം മനസ്സിലാക്കുവാൻ സാധിക്കാതെ വരുന്നതാണ്. കൂടാതെ അഭിപ്രായ ഭിന്നതകളും യോജിപ്പും ഒരുപോലെ ഉണ്ടാകുന്നതായി കാണാം. ഏപ്രിൽ, ഇടവം രാശിയുടെ സ്വാധീനത്തിലാണ്. ഏപ്രിൽ മാസം വിവാഹം നടത്തുന്നതിനുള്ള ഏറ്റവും ഉത്തമമായ മാസമാണ്. ഈ മാസത്തിൽ വിവാഹിതരാകുന്നവരുടെ ജീവിതം പ്രണയാർദ്രവും സംതൃപ്തവുമായിരിക്കും. പരസ്പരം നിസ്വാർത്ഥമായിരിക്കുമെങ്കിലും അമിതമായ ഭോഗതാൽപര്യങ്ങളും എടുത്തുചാട്ടവും ദാമ്പത്യ ബന്ധത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. മെയ് മാസം മിഥുനം രാശിയുടെ സ്വാധീനത്തിലാണ്. ഈ മാസം വിവാഹിതരാകുന്നവരുടെ ദാമ്പത്യം വിജയിക്കുവാനും പരാജയപ്പെടുവാനുമുള്ള തുല്യ സാധ്യതയുണ്ട്. ദമ്പതികളിൽ ഒരാൾ വളരെ മോശം പെരുമാറ്റമുള്ളവരോ അല്ലെങ്കിൽ അതീവ ക്ഷമയുള്ളവരോ ആകാം. ബന്ധം വേർപിരിയുന്നതിനുള്ള സാധ്യത പോലും ഉണ്ടായേക്കാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ അതിജീവിച്ചാൽ ദീർഘകാലം സംതൃപ്തമായ കുടുംബജീവിതത്തിനുള്ള അവസരവും ഉണ്ടാകുന്നതായി കാണുന്നു. ജൂൺ മാസം കർക്കടക രാശിയുടെ സ്വാധീനത്തിലാണ്. ജൂൺ മാസത്തിൽ വിവാഹം കഴിക്കുന്നവർ മാതൃകാ ദമ്പതികളാവുമെന്നാണ് പറയുന്നത്. ദമ്പതിമാർ തമ്മിൽ പരസ്പര സ്നേഹവും വിശ്വാസവും ഉണ്ടായിരിക്കുന്നതാണ്. കുടുംബകാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഇവർ തങ്ങളുടെ സന്താനങ്ങളുടെ ഭാവി ഭദ്രമാക്കുന്നതിനായി ശ്രമിക്കുന്നവരാണ്. സമ്പദ് സമൃദ്ധി കൊണ്ടും അനുഗ്രഹീതർ തന്നെയാണിവർ. ഇനി ജൂലൈ, ചിങ്ങം രാശിയുടെ സ്വാധീനം പ്രകടമാക്കുന്ന മാസമാണ്. ഈ മാസത്തിൽ വിവാഹിതരാകുന്നവർ തങ്ങളുടെ ദാമ്പത്യ ബന്ധം നല്ല രീതിയിൽ വിജയകരമായി കൊണ്ടുപോകുന്നവരായിരിക്കും. എല്ലാ ജീവിത പ്രശ്നങ്ങളെയും ഒരുമിച്ച് നിന്ന് തരണം ചെയ്യുന്നവരായിരിക്കും. കൂടാതെ ലൗകിക സുഖങ്ങളിൽ തൽപരരും സംതൃപ്തമായ
ദാമ്പത്യ ജീവിതം അനുഭവിക്കുന്നവരും ആയിരിക്കും. ഓഗസ്റ്റ് മാസം കന്നി രാശിയുടെ സ്വാധീനം പ്രകടമാക്കുന്നതാണ്. ഈ മാസം വിവാഹിതരാകുന്നവർക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുമെങ്കിലും ഒരുമിച്ച് അവയെല്ലാം അവർ മറികടക്കുന്നു. ഇവർ സഞ്ചാരപ്രിയരും ലൗകിക താല്പര്യമുള്ളവരുമായിരിക്കും. പരസ്പരം അറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനാൽ നല്ലൊരു ദാമ്പത്യ ബന്ധം പ്രധാനമാകുന്നവരാണിവർ. അടുത്തത് സെപ്റ്റംബർ മാസം തുലാം രാശിയുടെ സ്വാധീനത്തിലാണ്. സെപ്റ്റംബർ മാസം വിവാഹിതരാകുന്നവർ പരിപൂർണ വിജയമുള്ള ദമ്പതികളായിരിക്കും. തങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമാക്കുവാനും അത് നിലനിർത്തുവാനും ഇവർക്ക് സാധിക്കുന്നു. ഇവരിൽ കലഹം സംഭവിക്കുന്നത് അപൂർവമാണെങ്കിലും വളരെയധികം അഭിപ്രായ ഭിന്നതകൾ സാധാരണയായി ഉണ്ടാകാറുണ്ട്. വളരെ അപൂർവമായി വേർപിരിയലും സംഭവിക്കാം. ഒക്ടോബർ മാസം വൃശ്ചികം രാശിയുടെ സ്വാധീനത്തിലാണ്. ഒക്ടോബർ മാസത്തിൽ വിവാഹിതരാകുന്ന ദമ്പതികൾ പരസ്പരം വളരെ ഗാഢമായ ബന്ധത്തിലായിരിക്കും ഉണ്ടാവുക. ഇവരുടെ ഊഷ്മളമായ ലൈംഗിക ജീവിതം പല പ്രശ്നങ്ങളെയും മറികടക്കുവാൻ സഹായിക്കുന്നു. ലൗകിക കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണിവർ. അടുത്തത് നവംബർ ധനുരാശിയുടെ സ്വാധീനം പ്രകടമാക്കുന്ന മാസമാണ്. ഈ മാസത്തിൽ വിവാഹിതരാകുന്നവരുടെ ജീവിതം ആയാസരഹിതവും ആസ്വാദ്യകരവുമായിരിക്കും. തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും സന്താനങ്ങളെക്കുറിച്ചും പരസ്പരം ശ്രദ്ധാലുക്കളായിരിക്കും ഇവർ. ഒരാളുടെ പരിമിതികളെ മറ്റേയാൾ പരിഹരിക്കുന്ന വിധത്തിൽ പിന്തുണ നൽകുവാൻ സാധിക്കുന്നവരാണ്. എല്ലാ തടസ്സങ്ങളെയും ജീവിത പ്രതിസന്ധികളെയും തരണം ചെയ്യുകയും സന്താനങ്ങൾക്ക് പ്രധാന പരിഗണന നൽകുകയും ചെയ്യുന്നവരാണ്. അടുത്തത് ഡിസംബർ മകരം രാശിയുടെ സ്വാധീനം പ്രകടമാക്കുന്ന മാസമാണ്. ഡിസംബർ മാസത്തിൽ വിവാഹിതരാവുന്നവർ തങ്ങളുടെ ഭാവി കാലം മികച്ചതാക്കുവാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇത് അവർക്ക് ജീവിതത്തിലെ നല്ല സമയങ്ങൾ നഷ്ടപ്പെടുത്തിയേക്കാം. പക്ഷേ വിട്ടുവീഴ്ചാ മനോഭാവവും സാമ്പത്തിക ഉയർച്ചകൾക്കായുള്ള അശ്രാന്ത പരിശ്രമത്തിനും ഇവർ പ്രാധാന്യം നൽകുന്നു. എന്നാൽ അപൂർവമായി ഇവർ വേർപിരിയുവാനുള്ള സാധ്യതയും കാണാറുണ്ട്. ഇങ്ങനെ പൊരുത്തത്തിനും ജന്മനാളിനും ജന്മരാശിക്കും നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് പോലെ തന്നെ വിവാഹമാസങ്ങൾക്കും അതിന് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിവാഹ തീയതി നിശ്ചയിക്കുമ്പോൾ വളരെ അനുയോജ്യമായ മാസങ്ങളിൽ തന്നെ തീയതികൾ വരത്തക്ക വിധത്തിൽ വിവാഹ സമയം ക്രമീകരിക്കുന്നത് നന്ന്. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാ വിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും
പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി. അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.